ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അടുത്ത സ്ഥലവുമായി, അടുത്ത മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു സ്ഥലത്ത്. ഇനി ഞാൻ സ്ഥലം പരിചയപ്പെടുത്താം. നമ്മുടെ സ്വന്തം കോട്ടയത്തുള്ള കോട്ടയം കടുത്തുരുത്തിക്ക് അടുത്തുള്ള മാംഗോ മെഡോസ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് ഇന്ന് ഞാനുള്ളത്. നമ്മൾ ഉച്ച കഴിഞ്ഞൊരു 3 മണി സമയത്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്കൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പോകെ പോകെ വീഡിയോയിലൂടെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാം. വീഡിയോ മുഴുവനും കാണണം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ട് വരാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഒരു 1 അവർ, ഒരു 1.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ മാത്രം കാര്യങ്ങളൊക്കെ ഇതിലവർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വന്നാലും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ബോർഡുകളിൽ നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, കാണാൻ എന്തൊക്കെയാണുള്ളത്, എല്ലാത്തിനെയും കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഗൈഡൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഗൈഡ് കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു അടിപൊളി നമ്മുടെ പഴയകാല സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നാട്ടിൻപുറത്തെ രീതിയിലുള്ള നല്ല എന്താ പറയുക, ഒരു വൈബുള്ള ചായക്കട അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു ഇതെവിടെ സ്ഥലം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ സ്ഥലം പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആ ചായക്കട. മാംഗോ മെഡോസിൻ്റെ ഉള്ളിലുള്ള ഒരു 2 പേര് നടത്തുന്ന ചായക്കട അല്ല, മാംഗോ മെഡോസിൻ്റെ തന്നെയാണ്. പക്ഷേ 2 പേര്, ആ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ചായ അടിക്കുന്ന ആളെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ കടയിൽ ചായ കുടിക്കാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരണം. നല്ല സൂപ്പർ നാടൻ ചായയാണ് കേട്ടോ. ഇവിടെ പെർ ഹെഡ് 350 ആണ് ചാർജ് ചെയ്യുന്നത് മുതിർന്നവർക്ക്. കുട്ടികൾക്ക് മേ ബി കുട്ടികളുടെ ആ ഒരു കാറ്റഗറി ഞാൻ നോക്കിയില്ല കേട്ടോ. അത് കുറച്ചുകൂടെ കുറയും. പലതരത്തിലുള്ള ഗെയിംസൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരാൾക്ക് 5 തവണ എന്തോങ്ങാണ്ട് ഇത് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ നമ്മുടെ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സൺഡേ ടു മൺഡേ മോർണിംഗ് 10 AM തുടങ്ങി വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. നീ അത് എയിം ചെയ്യാത്തോണ്ടാ. ഈ പ്രാവശ്യം പൊട്ടിക്കണം കേട്ടോ. നമ്മൾ പ്രായമായവരെ കൊണ്ടൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വണ്ടിയില്ലേ, അവരെയൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ കൊച്ചുകുട്ടികളാണെങ്കിലും നിങ്ങൾ വലിയൊരു ഒത്തിരി അംഗങ്ങളുള്ള ഒരു ഫാമിലി ആയിട്ടാണൊക്കെ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയിൽ തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് കയറി ഇത് മുഴുവൻ ചുറ്റിക്കാണാനുള്ള സൗകര്യമുണ്ട്. നീ മീനെ പിടിക്കാൻ വന്നതാണോ? ഇപ്പം നമ്മൾ ആ ഗെയിംസിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഇനി കുറേ ദൂരം ഇങ്ങനെ നടന്ന് കാണാനുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ വെളിയിലേക്ക് വന്നു. കുറച്ച് ദൂരം നടന്ന് കാണാനുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി. ഈ മൺപാത്ര നിർമ്മാണം ഇവിടെ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുവാനും, അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമുക്ക് തന്നെ അത് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. നമുക്കത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ ചെറിയ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വീട്ടിലും കൊണ്ടുപോകാം. ഞാൻ കുറച്ച് നേരം അവിടെ അത് ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു.
ചെറുപൂവിനെ ഒരു ജ്ഞാന സ്നാനം ചെയ്യിച്ചങ്ങൾ സ്വാദും വെടിയുപ്പിൻ ചുവയും ഞാനിത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ നമുക്കൊരു ചെറിയ മൺകുടമാണ് ഉണ്ടാക്കി കാണിച്ചത്. ഒരു ക്യൂട്ട് മൺകുടം. വെടിയുപ്പിൻ ചുവയും കൊടിയ വെറുപ്പിൻ ചൂരും അല്ലാതെ കണ്ടിട്ട് പോകുന്നവർക്ക് അതൊക്കെ എന്താ ചെയ്യാ? ഇവിടെ ഉണ്ടാക്കാൻ 100 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊടി ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിയുമ്പോൾ വൈകുന്നേരം ഉണക്കി പുറത്ത് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ കാണാൻ ഉണ്ടാക്കുന്നവര് തിരിച്ചു വരും, പൊടിച്ച് മണ്ണ് തന്നെ ആക്കും. മറ്റേ കവിതയിലൂടെ ക്രൂശിതർ വീണ്ടും ഉയർത്തി നിൽക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കയർ നിർമ്മാണം അവർ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ കാണിച്ചു തരും കേട്ടോ. അതുപോലെ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ചെറിയ എമൗണ്ട് ഇവിടെയും കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. മഹാബലികൾ തൻ ഇതിവിടുത്തെ അത്യാവശ്യം വലിയ ഒരു പച്ചക്കറിത്തോട്ടം ആട്ടോ. ഒരുപാട് പച്ചക്കറികളും സസ്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ മറ്റേ സ്റ്റീലിൻ്റെ സാധനമാണ് കൊടുത്തേക്കുന്നത്. പ്രശസ്തനായ വ്യക്തിയാ. സ്വന്തം അനിയനാ? ഒരു വശത്തായിട്ട് ഇവിടെ പെഡൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടവഞ്ചി തുഴയേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇത് ഇവിടുത്തെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര വലിയ ഒരു ശില്പം തന്നെയാണ്. ഇനി നടന്നു മടുത്തു എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു ചെറിയ എമൗണ്ട് അവിടെ പേ ചെയ്താൽ മതി. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തിരിച്ച് ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് എമൗണ്ട് നമുക്ക് തിരികെ തരും. നമുക്ക് ഈ വണ്ടി ഓടിച്ച് സൈക്കിളിൽ പോകേണ്ടവർക്ക് അങ്ങനെ കാണാം. ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്കോ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കോ ഒക്കെ സൈക്കിളോ അല്ലെങ്കിൽ 4 പേർക്കൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് ഈ വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കണ്ട് പോകാനും പറ്റും. ഈ ഏരിയ നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. നിർത്താം. നിർത്തണം. കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതൊക്കെ കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ
ഏർമാടം പോലെ കുറച്ച് ഹട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം. ഇപ്പോൾ ഇത് അലൗഡ് ആണോ അല്ലെങ്കിൽ ഇത് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അത്ര കൺഫേം അല്ല. പക്ഷേ അവിടെ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ റൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ല സ്റ്റോപ്പല്ല, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിവിടുത്തെ ഒരു കാവാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചപ്പോൾ ഇളനീര് കിട്ടുന്ന സ്ഥലത്ത് പോയി ഇളനീരും കുടിച്ച് ഇവിടുന്ന് പതുക്കെ യാത്രയാകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.